മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിക്ക് 5 വർഷം ജയിൽ ശിക്ഷ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലിബിയയിൽ നിന്ന് നിയമവിരുദ്ധമായി ഫണ്ട് ശേഖരിച്ച കേസിൽ ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തിയാണ് ഈ കടുത്ത നടപടി. ആധുനിക ഫ്രാൻസിൽ ജയിൽ ശിക്ഷ ലഭിക്കുന്ന ആദ്യ മുൻ പ്രസിഡന്റായി ഇതോടെ സർക്കോസി മാറി. 2007 പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലിബിയൻ മുൻ ഭരണാധികാരി ഗദ്ദാഫിയുടെ സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി ഫണ്ട് സ്വീകരിക്കാൻ സർക്കോസി തന്റെ സഹായികൾക്ക് അനുമതി നൽകിയെന്ന് പാരീസ് കോടതി കണ്ടെത്തി. അതേസമയം സർക്കോസിക്കെതിരെ അഴിമതിക്കുറ്റം ചുമത്തിയിട്ടില്ല. അഴിമതി, നിയമവിരുദ്ധമായ തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് എല്ലാ കുറ്റങ്ങളിൽ നിന്നും പാരീസ് ക്രിമിനൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഫണ്ടിന്റെ ഗുണഭോക്താവ് സർക്കോസിയാണെന്നതിൽ തെളിവില്ലാത്തതിനാലാണ് ഈ കാരണം. വിധിക്കെതിരെ സർക്കോസിക്ക് അപ്പീൽ നൽകാമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. അദ്ദേഹത്തെ പാരീസിലെ ജയിലിലേക്ക് മാറ്റും. അത് മാത്രമല്ല, 1 ലക്ഷം യൂറോ പിഴയുമുണ്ട്. താൻ നിരപരാധിയാണെന്ന് സർക്കോസി പ്രതികരിച്ചു. 2007 മുതൽ 2012 വരെ ഫ്രാൻസിന്റെ പ്രസിഡന്റായിരുന്നു 70-കാരനായ നിക്കോളാസ് സർക്കോസി. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സർക്കോസിയുടെ അവകാശവാദം. ഗദ്ദാഫിയിൽ നിന്നുള്ള ഫണ്ട് 2007 തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുള്ള ദുഷ്പേര് മാറ്റാൻ സഹായിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് സർക്കോസി ഗദ്ദാഫിയിൽ നിന്ന് പണം വാങ്ങിയതെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. 2005 ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് സർക്കോസി ഗദ്ദാഫിയുമായി ബന്ധപ്പെട്ടതെന്നാണ് ആരോപണം. സർക്കോസിയെ പിന്നീട് കസ്റ്റഡിയിലെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എപ്പോൾ ജയിലിൽ പോകണമെന്ന് മുൻ രാഷ്ട്രത്തലവനെ അറിയിക്കാൻ പ്രോസിക്യൂട്ടർമാർക്ക് 1 മാസത്തെ സമയവും നൽകിയിട്ടുണ്ട്. 70-കാരനായ സർക്കോസി വിധിക്കെതിരെ അപ്പീൽ നൽകിയാലും ഈ നടപടി പ്രാബല്യത്തിൽ തുടരുമെന്നാണ് നിർണായകമായ കാര്യം. 2ാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാൻസിന്റെ ഒരു ഭാഗത്ത് നിലനിരുന്ന നാസി സഹകരണ ഭരണകൂടമായിരുന്ന വിഷി ഗവൺമെന്റിന്റെ തലപ്പത്ത് ഫിലിപ്പ് പെറ്റൈനു ശേഷം ജയിലിലാകുന്ന ആദ്യത്തെ രാഷ്ട്രത്തലവനായിരിക്കും അദ്ദേഹം. 1 ലക്ഷം യൂറോ, അതായത് $1,17,000 പിഴയും പൊതുപദവികൾ വഹിക്കുന്നതിൽ നിന്ന് വിലക്കും കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 2 കേസുകളിൽ അദ്ദേഹം ഇതിനകം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജയിൽവാസം ഒഴിവാക്കിയിരുന്നു. ഒരു കേസിൽ അഴിമതിക്കുള്ള ശിക്ഷ ഇലക്ട്രോണിക് ടാഗ് ഉപയോഗിച്ച് അനുഭവിച്ചു. അത് പിന്നീട് നീക്കവും ചെയ്തിരുന്നു. ഗദ്ദാഫിയുടെ മകന്റെ വെളിപ്പെടുത്തലാണ് സർക്കോസിയെ പ്രധാനമായും കുടുക്കിയത്. സർക്കോസി അദ്ദേഹത്തിന്റെ പ്രചാരണത്തിനായി തന്റെ പിതാവിൽ നിന്ന് കോടിക്കണക്കിന് യൂറോ കൈപ്പറ്റിയെന്ന് ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെ 2 വർഷത്തിനു ശേഷം 2013 സർക്കോസിക്കെതിരെ അന്വേഷണം തുടങ്ങി. കേസിൽ തെളിവ് മറച്ചതിന് സർക്കോസിയുടെ ഭാര്യയും മുൻ സൂപ്പർ മോഡലുമായ കാർല ബ്രൂണിക്കെതിരെ കഴിഞ്ഞ വർഷം കുറ്റം ചുമത്തിയിരുന്നു. 2016 ബിസിനസ്സുകാരനായ സയ്യിദ് തെഖെയ്ദീൻ സർക്കോസിക്കെതിരെ വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. ലിബിയയിൽ നിന്ന് ഒരു സ്യൂട്ട് കേസ് നിറയെ പണം സർക്കോസിക്കും അദ്ദേഹത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനും കൈമാറി എന്നായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ 2011 ഗദ്ദാഫിക്കെതിരെ നാറ്റോയുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തെ സർക്കോസി പിന്തുണച്ചിരുന്നു. 2017 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ആദ്യ റൗണ്ടിൽ തന്നെ സർക്കോസി പരാജയപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.